നമ്മുടെ അബിൻ വർക്കി MLA ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മടങ്ങുന്നതിനിടയിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. അതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു പോലീസ്. കോന്നി സ്വദേശി സജികുമാർ ഓടിച്ച കാറാണ് അബിൻ വർക്കി MLAയുടെ കാറിൽ ഇടിച്ചത്. എതിർദിശയിൽ വന്ന വാഹനം MLA സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റ അബിൻ വർക്കി ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തുണ്ട്. ഓമല്ലൂർ ഷട്ടർമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പരിക്ക് ഗുരുതരമല്ല അബിൻ വർക്കിയുടേത്. ആശങ്ക വേണ്ട സാഹചര്യമില്ല. പ്രവീണുണ്ട്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. ഒന്ന്, അബിൻ വർക്കിക്ക് ഗുരുതരമായ പരിക്കില്ലല്ലോ അല്ലേ? നിസ്സാര പരിക്കുകളല്ലേ ഉള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് അരുൺ. ഒരു ആശ്വാസമുള്ളത് അബിൻ വർക്കി MLAയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 11:50 ഈ ഒരു അപകടം സംഭവിച്ചത്. ഓമല്ലൂർ ഷട്ടർമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് MLA സഞ്ചരിച്ച കാറിലേക്ക് എതിർദിശയിൽ നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. ആ കാറിന്റെ ദൃശ്യം കണ്ടാൽ നമ്മൾ ഭയന്നു പോകും. കാരണം 2 കാറുകളുടെയും മുൻവശം തകർന്ന അവസ്ഥയിലാണ്. അബിൻ വർക്കി MLA ഒരു ഇന്നോവ കാറിലാണ് സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ഒരു ഓഫീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു. അവർ 2 പേരുടെയും പരിക്കും അത്ര പ്രശ്നമുള്ളതല്ല. നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഓടിയെത്തി. നമുക്ക് ആ വാഹനത്തിന്റെ പാർട്സുകളൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഇതൊരു നേർപ്പാതയിലുള്ള റോഡാണ്. പത്തനംതിട്ടയിലെ ഓഫീസിൽ നിന്നും അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക്, ഓമല്ലൂരിനടുത്താണ് അബിൻ വർക്കി MLA താമസിക്കുന്നത്. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞതിന് ശേഷം MLA ഓഫീസിൽ നിന്നും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ സ്ഥലത്ത് വെച്ച് മറ്റൊരു വാഹനം എതിർദിശയിൽ നിന്നും വന്നും ഇടിച്ചത്. നമുക്ക് കാണാം, ആ ഭാഗത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്നും ആ കാണുന്ന നേർപ്പാതയാണ്. ഈ വശത്തു കൂടി വന്നു. എതിർവശം നമുക്ക് കാണാം, ഒരു വളവാണ് ഇവിടെ. വളവ് തിരിയുന്നതിന് പകരം നേരെ MLAയുടെ ഇന്നോവയിലേക്ക് ഇടിക്കുകയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. ഇന്നലെ കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് ചതവ് മാത്രമാണ് ഏറ്റിട്ടുള്ളത്. ഇന്നലെ തന്നെ CT സ്കാനിനൊക്കെ അദ്ദേഹം വിധേയമായി. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. വിശ്രമം വേണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ദേഹത്തൊക്കെ വേദനയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിൽ ഈ എതിർദിശയിൽ നിന്നും വന്ന കാർ, ഇടിച്ച കാർ ഓടിച്ച ആൾക്കെതിരെ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടകരമായിട്ടുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്തു എന്ന വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചെങ്ങന്നൂരിന് സമീപമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോന്നി സ്വദേശി സജികുമാറാണ് എതിർദിശയിൽ നിന്നും വന്ന കാർ ഓടിച്ചിരുന്നത്. കാറിൽ മറ്റാൾ കൂടി ഉണ്ടായിരുന്നു. 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഏതായാലും പത്തനംതിട്ട പോലീസ് ഈ ഒരു അപകടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ആറന്മുള MLA അബിൻ വർക്കിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരവുമാണ്. കൂടെയുള്ളവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ആരും ഓക്കെ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് ഇപ്പോൾ ഓമല്ലൂർ ഷട്ടർ ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഗുരുതരമല്ല അബിൻ വർക്കിക്ക്, പക്ഷേ എന്നാലും ശരീരവേദന ഉണ്ടാവും. പക്ഷേ ആ വണ്ടിയുടെ ഇടിയുടെ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഭയന്നു പോകും അല്ലേ? ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു നമ്മൾ അബിൻ വർക്കി. പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇന്നിപ്പോൾ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് ആറന്മുളയിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെയുണ്ട്. അതിനിടയിലാണ് നമ്മുടെ അബിൻ വർക്കി MLAക്ക് ആ പരിക്ക് കൂടി പറ്റി ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്താ ചെയ്യുക? കഷ്ടാലം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും.